ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലേക്ക് പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങൾ തേടി KPCCയുടെ പൊതുസമ്പർക്ക പരിപാടി തിരുവനന്തപുരത്ത് നടക്കും. ഡോക്ടർ ശശി തരൂർ MP ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുക്കും. ഷഫീദ് റാവുത്തറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളും ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു വശത്ത്. മറുവശത്ത് ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരികയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മുന്നണികളെല്ലാം തന്നെ. KPCCയുടെ മീറ്റിങ്ങിൽ ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചർച്ചയാകുന്നു? തീർച്ചയായിട്ടും ഈ പ്രകടന പത്രികയിൽ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത്? ആ രീതിയിലുള്ള ചർച്ചകളാണോ ഇന്ന് നടക്കുക? ഉറപ്പായും സ്മിത, കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കളം പിടിക്കാൻ സജീവമാവുകയാണ് കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നു മുതൽ അവരുടെ പബ്ലിക് മീറ്റിംഗുകൾ ആരംഭിക്കുക. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ ശശി തരൂർ MP, അതേപോലെ തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവർ പങ്കെടുക്കും. വ്യക്തികൾ, സംഘടനകൾ, യുവജന സംഘടനകൾ, വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെ എല്ലാവിധത്തിലുള്ള ആളുകളെയും അവിടെ പങ്കെടുപ്പിക്കും. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും. അതടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളടക്കമുള്ള കാര്യങ്ങൾ അത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി പോഷക സംഘടനകളുടെ യോഗം കഴിഞ്ഞ ദിവസം ഈ നേതാക്കളുമായി, അതായത് ഈ നേതൃത്വം ഈ പോഷക സംഘടനയുടെ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. അവിടെ ചില വിമർശനമടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളെ വളരെ വിശാലമായ രീതിയിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത മാസം 4-ന് തൃശൂരിൽ മഹാസമ്മേളനവും KPCC പ്രഖ്യാപിച്ചിട്ടുണ്ട്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരിക്കും ആ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ താഴെത്തട്ടിൽ തന്നെ ആരംഭിക്കാൻ ഇതിനോടകം തന്നെ KPCC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബൂത്ത് തലത്തിലൊക്കെ ഏതൊക്കെ തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം, അതിന്റെ ചുമതലയുള്ള ആളുകൾ ആര് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പബ്ലിക് മീറ്റിംഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി KPCC മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവായി കൂടി നമുക്ക് കണക്കാക്കാൻ കഴിയും. സ്മിത, ഹാഷ്മി. ഷഫീദ് റാവുത്തറാണ്. അപ്പോൾ ഇനിയിപ്പം ഏതാണ്ട് മാസങ്ങൾ പോലും ഉണ്ടാവില്ല, ഏതായാലും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കോൺഗ്രസ് മാത്രമല്ല എല്ലാ പാർട്ടികളും കടക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങാൻ പോകുന്നു. അതിനെ തുടർന്നുള്ള ആ സീറ്റ് കൂടുതൽ വേണം, ഈ സീറ്റ് കുറവേ ഉള്ളൂ, അല്ലെങ്കിൽ ആ സീറ്റ് ഞങ്ങൾക്ക് വേണം തുടങ്ങിയുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമാകുന്നു. ഇപ്പോൾ ഇതിനോടകം തന്നെ പാർട്ടിയുടെ ഇന്നർ സർക്കിളുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ ചർച്ചകളുടെ ദിവസമാണ്. അതെ, ചർച്ചകൾ അങ്ങനെ നടക്കുന്നു. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കമന്റ്സ് ഇന്ന് അയക്കുന്നുണ്ട്. സാധാരണ ഞായറാഴ്ചകളിൽ ഒരു ആലസ്യമൊക്കെ പലർക്കും ഉണ്ടാകാറുണ്ട്. ഇന്ന് അതില്ല എന്ന് കമന്റ് ബോക്സ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നന്നാകുന്നുണ്ട് എന്ന് പറയുന്നു. ഈ സംസ്ഥാന സമ്മേളനത്തിന് വരുന്നതിനെ കുറിച്ച് പറയുന്നു. വരാൻ പറ്റാത്ത കുറേ പേരുണ്ട്, വിദേശത്തുള്ളവർ. ഞങ്ങൾക്കായിട്ട് ഏതെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. സമ്മേളനത്തിന്റെ സമാപനം ഒരു നറുക്കെടുപ്പ് നടത്തി ഞങ്ങൾ കുറച്ചു പേർക്ക് സമ്മാനങ്ങൾ നൽകിയാൽ കൊള്ളാം. ഒന്നാം സമ്മാനം ലംബോർഗിനി ആയിക്കോട്ടെ എന്ന് പറയുകയാണ്. കുട്ടമ്പള ചേട്ടോ കളിയാക്കിയതല്ലേ?